എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യരാണ്, കരിന്തറ മാന്ത്രിക വൈദ്യമഠം. പറയുന്നത് ഒരു സർപ്പദുരിതം, സർപ്പശാപം, സർപ്പബാധ എന്നിവയെ കൊണ്ടുവരുന്ന ദോഷങ്ങളും അത് പൂർണ്ണമായും സ്വന്തമായി തന്നെ അത് നമുക്ക് ഒഴിവാക്കാനും പറ്റുന്ന ഒരു പ്രതിവിധിയും അതിന്റെ ഫലങ്ങളും കുറിച്ചാണ് പറയുന്നത്. ദോഷങ്ങളുടെ കുറിച്ചിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് നമുക്ക് ഇതിന്റെ യഥാർത്ഥ അവസ്ഥകളൊക്കെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഇപ്പോൾ ആളുകൾക്കൊക്കെ സർപ്പദോഷം, ഇപ്പോൾ ജ്യോത്സ്യന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബപരമായിട്ടുള്ള കലഹങ്ങള്, വിരോധങ്ങള്, വൈരുദ്ധ്യങ്ങള്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കൊക്കെ പതനവും പരാജയം എല്ലാതും ഇങ്ങനെ വേഗത്തിലൊരു കാര്യം നടക്കില്ല, ഒക്കെ മൗഢ്യമായിട്ട് ഇങ്ങനെ ഇഴഞ്ഞ അവസ്ഥയിൽ നടക്കുക. പിന്നെ ചൊറി ഉണ്ടാവുക, സന്താനങ്ങളില്ലായ്മ, അവർക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ ഉണ്ടാവുക. ഇതിനോടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഇത് ചെയ്യുക. ഒരു ജ്യോത്സ്യനെയോ അല്ലെങ്കിൽ അടുത്തുള്ള ശാന്തിക്കാരോ അല്ലെങ്കിൽ ഉസ്താക്കന്മാരെയോ ഒക്കെ പോയി കണ്ടിട്ട് എന്താണ് ഇതിന്റെ ഒരു പ്രശ്നം എന്നുള്ളത് ഒരു സൊല്യൂഷൻ കാണുന്ന സമയത്ത് അവർ പറയും സർപ്പശാപാണ്, സർപ്പദുരിതാണ്, സർപ്പബാധയാണെന്നൊക്കെ. ഇതിലേതെങ്കിലുമൊക്കെയാണ് പറയുക, അല്ലെങ്കിൽ സർപ്പത്തിനെ കൊണ്ട് വന്നിട്ടുള്ള ദോഷമാണെന്നാണ് പറയുക. പക്ഷേ ഇതൊക്കെ നമ്മൾ ആരും ചെയ്തിട്ടുമില്ല, ചെയ്തതായിട്ട് ഓർമ്മയില്ല. കാവ് നശിപ്പിക്കുക, അല്ലെങ്കിൽ സർപ്പങ്ങളുള്ള ഭാഗത്തേക്ക് വല്ല അശുദ്ധിയായിട്ട് പോവുക, അല്ലെങ്കിൽ സർപ്പത്തിന് വഴിപാട് കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നെയ്യത്താക്കോ അല്ലെങ്കിൽ വഴിപാടൊക്കെ നേർന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാൻ ബാക്കിയായിട്ടില്ല എന്നുള്ളതും നമുക്കറിയാം. പക്ഷേ എന്നിരുന്നാലും ആകെ സർപ്പദോഷമാണ്. ഇത് വരുന്നതിന്റെ കുറേ കാരണങ്ങളുണ്ട്. രാഹുദശ സമയത്ത്, രാഹുവിന്റെ അപഹാരം ഉണ്ടാകുന്ന സമയത്തൊക്കെ ഈ സർപ്പദോഷം വരും. ഈ സർപ്പങ്ങളുടെ ദോഷം വന്നു കഴിഞ്ഞാൽ കൈവിഷം എന്നുള്ളത് സ്വമേധയാ തന്നെ നമുക്ക് ഉണ്ടാവും. കൈവിഷം എന്ന് പറഞ്ഞാൽ ആമാശയത്തിൽ ഫംഗസ് പറ്റുന്നതും നമ്മുടെ പൗരുഷം അല്ലെങ്കിൽ സ്ത്രീത്വം തന്നെ നഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു വിഷാംശം നമ്മുടെ ശരീരത്തിലെ ഉദരത്തിൽ പറ്റി പിടിക്കുന്ന ഒരു ക്രിയാവിധാനമുണ്ട്. അത് സമയദോഷം കൊണ്ട് വരുന്നതും ഉണ്ട്, മറ്റൊരാള് തരുന്നതുമുണ്ട്. അപ്പോൾ ഇതൊക്കെ സർപ്പദോഷത്തിനെ കൊണ്ടാണ് ഇതൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നമുക്ക് പലതരത്തിലും ഇപ്പൊ കുടുംബകലഹമുണ്ട്, ചൊറിയുണ്ട്, ചെരങ്ങുണ്ട്, അങ്ങനെയൊക്കെ സർപ്പത്തിൻ്റെതായ പ്രശ്നങ്ങളെ കൊണ്ട് ആണ് ഇതൊക്കെ വന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ അല്ലെങ്കിൽ മനസ്സിലായി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്ത് വേണം, പലവട്ടം പ്രതിവിധി ചെയ്തിട്ടും സർപ്പദുരിതം മാറാത്ത ഒരുപാട് പേരുണ്ട്. കാരണം നാളെ ഒരു കർമ്മം ചെയ്തപ്പോൾ സർപ്പദോഷം ഒഴിവാക്കി, പിന്നെ 2 കൊല്ലം മുന്നേ ഒഴിവാക്കി, എന്നിട്ടും മാറിയിട്ടില്ല, ഇപ്പോഴും സർപ്പദോഷം തന്നെയാണോ എന്ന് പറയുന്ന അത് കേൾക്കുമ്പോൾ വിട്ടുപോവാത്തത് എന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. ചില പൂർവികരായിട്ടുള്ള ആ ചെയ്തു പോയിട്ടുള്ള സർപ്പ എന്താണ് പറയാ ഹിംസാശാപം, സർപ്പത്തിനെ കൊല്ലലോ കാവ് നശിപ്പിക്കലോ അല്ലെങ്കിൽ സർപ്പത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ദുരിതം വരാവുന്ന തരത്തിലുള്ള എന്തെങ്കിലും ക്രിയാവിധാനങ്ങളൊക്കെ മുൻകാലത്ത് നമ്മുടെ ബന്ധുക്കളിലോ അല്ലെങ്കിൽ പൂർവികരിലോ വന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ല അച്ചാച്ചന്മാരൊക്കെ ആയിട്ട് വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ശാപം തന്നെ 3 തലമുറ നിലക്കും. ഈ സർപ്പദുരിതം, സർപ്പശാപം, ദേവകോപം, ബ്രാഹ്മണ ശാപം ഇതൊക്കെ നിൽക്കും. അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര തന്നെ പ്രതിവിധി ചെയ്താലും നമുക്ക് വേണ്ടതായിട്ടുള്ള ഗുണാനുഭവം നമുക്ക് കാണാത്തത് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് ആ മനോവേദന നമ്മളിലുണ്ട്. പൂർവികരായിട്ട് ചെയ്തു പോയിട്ടുള്ള കാര്യം നമ്മളെ പുതുതലമുറകളാണ് അനുഭവിക്കുന്നത്. ഈ അനുഭവിക്കുന്ന കാര്യം തന്നെ പൂർണ്ണമായും വിട്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിവിധിയാണ് പറയുന്നത്. ഇത് വളരെയധികം ശ്രദ്ധിക്കുക. അപ്പൊ അതുപോലെ തന്നെ ശുദ്ധമായിട്ട് ചെയ്യുക. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ പല ചെയ്തവരായിരിക്കും. അപ്പോൾ ഇത് ശരിയായ വിധാനത്തിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ ആദ്യം പറയാം, പിന്നീട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നത് പറയാം. ഇതിന് സർപ്പദോഷം വന്നു കഴിഞ്ഞാൽ മഹാസുദർശന ഹോമം ചെയ്തിട്ട് സർപ്പത്തിന്റെ ഇതാണ് വെള്ളിയുടെ സർപ്പം, ഇത് കാണില്ലേ, ഈ വെള്ളിയുടെ സർപ്പാണ് ഈ കാണുന്നത്. ഈ സർപ്പത്തിനെ നമുക്കിത് മേടിക്കാൻ കിട്ടും. പിന്നെ അതുപോലെ തന്നെ അണ്ടം എന്ന് പറയും. ഇപ്പൊ ഇതുപോലത്തെ മണിയാണ് ഈ അണ്ടം എന്ന് പറയുന്നത്. ഇത് 1 മണി ആണ്. അപ്പൊ ഓരോ മണിയിലിട്ടത് 4-5 രൂപയ്ക്കുള്ളതിന് വില. പിന്നെ സർപ്പത്തിന്റെ പുറ്റ് എന്ന് പറയും, ഇതാണ് പുറ്റ്. അപ്പോ ഇതിലെന്ത് വേണമെന്ന് വെച്ചാല് ഇതൊരു നാക്കല എടുക്കുക. നാക്കല ഇങ്ങനെ വെച്ചിട്ട് അതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇടുക. എന്നിട്ട് അതിൽ നമ്മൾ ഈ മുട്ട 11 വെക്കണം. 11 അതിൽ വെച്ചതിന് ശേഷം നമ്മൾ സർപ്പത്തിനെ അതിന്റെ മേലെ വെക്കുക. സർപ്പത്തിനെ ഇങ്ങനെ വെച്ചിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ മൂടി വെക്കുക. അപ്പോൾ ഒരു ഇലക്കഷ്ണം, അതിൽ മഞ്ഞപ്പൊടി, അതിന്റെ മുട്ട, എന്നിട്ട് അതിന്റെ മേലെയാണ് നമ്മൾ ഇതിങ്ങനെ വെക്കുന്നത്.
ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ വേണ്ടത് എന്താണ്? ശിവനെയും പാർവതിയെയും നല്ലപോലെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. വെച്ചിട്ട് അതിലേക്കാണ് നമ്മൾ ഇതിനെ ആവാഹിക്കും. ഈ സർപ്പദുരിതം, സർപ്പശാപം, സർപ്പബാധയൊക്കെ ആവാഹിച്ചിട്ട് ഇതിനെ നമ്മൾ നേരെ പാതിരാക്കുന്ന് മന, അതുപോലെ തന്നെ മേക്കാട്ട് മന, അതുപോലെ സർപ്പത്തിനോട് ബന്ധപ്പെട്ടുള്ള വലിയ വലിയ കാവുകളൊക്കെ ഉണ്ട്. ആ കാവുകളിലൊക്കെ എവിടെയെങ്കിലും യഥാവിധി, അതായത് വ്യക്തിയുടെ ഏറ്റവും അടുത്ത് കാണുന്ന ഇതുപോലത്തെ പ്രഗത്ഭമായിട്ടുള്ള പൂർവിക പൗരാണികതയൊക്കെയുള്ള സ്ഥലത്തെ കാവുകളിൽ സമർപ്പിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പാലും നൂറോ പാലും പൊടി അല്ലെങ്കിൽ യഥാശക്തി വഴിപാട് ഒക്കെ ചെയ്യിപ്പിക്കുക. അതല്ലെങ്കിൽ ഇതിന്റെ സർപ്പത്തിന് ചെയ്യാവുന്ന ഏറ്റവും ഹൈ ആയിട്ടൊരു വഴിപാട് എന്ന് പറയുന്നത് സർപ്പബലിയാണ്. ഈ സർപ്പബലി അല്ലെങ്കിൽ പായസഹോമം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വഴിപാടുണ്ട്. അത് യഥാശക്തി അവിടെ ചെയ്ത് തൊഴുത് പ്രാർത്ഥിച്ച് എന്നിലും എൻ്റെ കുടുംബപരമായിട്ടുള്ള സർപ്പദുരിതം, സർപ്പശാപം, സർപ്പബാധകളൊക്കെ ഒഴിഞ്ഞു പോകണം നാഗദേവതകളെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ പോരുക. അതാണ് ഇതിന്റെ ഒരു യഥാർത്ഥ വിധി. ഈ വിധി തന്നെ പല പ്രാവശ്യം ചെയ്തിട്ടും പല തരത്തിൽ ചെയ്തിട്ടും പല ആൾക്കാരെ കൊണ്ട് ചെയ്തിട്ടൊന്നും യാതൊരു തര സർപ്പ ദുരിത ശാപത്തിന് അനുഗ്രഹമില്ലാത്ത അല്ല ദുരിതം മാറാത്ത ഒരുപാട് പേരുണ്ട്. ഈ പേരൊക്കെയാണ് നമ്മളിപ്പോൾ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പൂർവികരായിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ ശാപങ്ങളൊക്കെ തലമുറകളായിട്ട് അനുഭവിച്ചു വരേണ്ടത് നിങ്ങൾ ഇനി അടുത്ത തലമുറയ്ക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മുടെ ഈ പ്രയത്നം. നമുക്കോ വന്നു, നമ്മുടെ പൂർവികർ ചെയ്തു പോയത് നമുക്ക് വന്നു, ഇനി നമ്മുടെ മക്കൾക്കൊന്നും അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഇത് വളരെയധികം ഗുണം ചെയ്യും. രണ്ടാമത് ഇത് പലവട്ടം ചെയ്താൽ മാറാത്തൊരു കാര്യം, ഇനി ചെയ്യാനാണെങ്കിൽ പൈസയുമില്ല, എന്നാലും രണ്ടാമത് നമുക്ക് ദോഷം മാറും വേണം. അങ്ങനത്തെ ഒരു ഘട്ടം വരുമ്പോഴാണ് നമ്മൾ ഈ സ്വന്തമായിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന ഒരു പ്രതിവിധിയാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു നിലവിളക്ക് കത്തിച്ചു വയ്ക്കുക. നിലവിളക്കിന്റെ മുന്നിൽ ഒരു നാക്കലിടുക. നാക്കല എന്ന് പറഞ്ഞാൽ വാഴയുടെ തുമ്പലയാണ്. പല സ്ഥലത്തേക്ക് തൂശനില, അങ്ങനെയൊക്കെ പല പല പേരുകൾ പറയും. നമ്മൾ ഉദ്ദേശിക്കുന്നത് വാഴ ഇലയുടെ തുമ്പ് ഭാഗം എള്ളാണ്. അത് അതിന്റെ മുന്നിൽ വെച്ചതിന് ശേഷം സ്വല്പം മഞ്ഞപ്പൊടി അതിലിടുക. മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് വേണം? ഈ സർപ്പത്തിന്റെ വെള്ളിമുട്ട മേടിക്കാൻ കിട്ടും. വെള്ളിമുട്ട എന്നുള്ള അണ്ടം എന്നുള്ളത് ഇതാണ് ഈ അണ്ടം എന്ന് പറഞ്ഞത്. നമ്മൾ അതിൽ നിന്നൊരു 11 മേടിക്കാൻ കിട്ടും. അപ്പോൾ ഒരെണ്ണത്തിന് 5 രൂപയ്ക്ക് വരണല്ലോ. ആ 11 വാങ്ങിയിട്ട് ഈ മഞ്ഞപ്പൊടിയിൽ വയ്ക്കുക. ഈ മഞ്ഞപ്പൊടിയിൽ വയ്ക്കുമ്പോൾ ഈ മേടിക്കാൻ പോകുന്ന സമയത്ത് 11 മുട്ടയും മേടിക്കണം, വെള്ളിയുടെ സർപ്പത്തിനെ മേടിക്കണം, കണ്ടില്ലേ? വെള്ളി സർപ്പത്തിനെ മേടിക്കണം, ചെമ്പിന്റെ പുറ്റ് മേടിക്കണം, കണ്ടില്ലേ? ഇത് ചെമ്പിന്റെ പുറ്റ്, ഇതും കൂടി മേടിക്കണം. അപ്പൊ ഇത് മേടിക്കാന്ന് പറഞ്ഞാല് അപ്പൊ 11 വെള്ളിയുടെ മുട്ട, ഒരു സർപ്പം, ഈ 2 സർപ്പാവട്ടെ, എണ്ണയായിട്ട് വയ്ക്കാം, പിന്നെ വെള്ളിയിടും. ഈ സംഭവം എങ്ങനെയാ? നാക്കലയിൽ വെച്ചതിന് ശേഷം മഞ്ഞപ്പൊടിയിൽ മുട്ട വെച്ചിട്ട് ഈ സർപ്പത്തിനെ അതിന്റെ മേലെ വെക്കുക. ഈ മേലെ വെച്ചിട്ട് നമ്മൾ എന്ത് വേണം? ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഇരിക്കുമല്ലോ, ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിലേക്ക് മൂടി വെക്കുക. ഇതാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇലയുടെ മുകളിൽ മൂടി വെച്ചേക്കണത് വിചാരിക്കുക. എന്നിട്ട് അങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്താ ചന്ദനപ്പൊടിയൊക്കെ കൂട്ടി ഇരുന്നിട്ട് നല്ലതുപോലെ പ്രാർത്ഥിക്കുക. ശിവനെയും പാർവതിനെയും ഒക്കെ നല്ലതുപോലെ മനസ്സിൽ വിചാരിക്കുക. ഈ ശിവനെ നമ്മൾ വിചാരിക്കേണ്ടത് എന്താണ്? നാഗരാജാവായിട്ടും പാർവതി ദേവിനെ നാഗക്ഷിയായിട്ടുമാണ് വിചാരിക്കുക. വിചാരിച്ചതിന് ശേഷം നമ്മൾ അരി നെല്ലും പൂവും കൂടി ചേർത്തിട്ട് 108 പ്രാവശ്യം ഓം നമഃശിവായ ഓം നമഃശിവായ ദേവി മഹാമായ പാർവതി ദേവി എന്ന് നല്ലപോലെ പ്രാർത്ഥിക്കുക. എന്നിലും എൻ്റെ കുടുംബപരമായും ബാധിക്കുന്ന സർപ്പദോഷം, സർപ്പദുരിതം, സർപ്പശാപങ്ങളും ഒഴിഞ്ഞു പോകണേന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഒഴിയുക, അരി വയ്ക്കുക. അപ്പൊ ഇതിൽ 3 കാര്യം പറയണം: സർപ്പദുരിതം, സർപ്പബാധ, സർപ്പശാപം. ഈ വരുന്ന എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞു പോണെന്ന് ഇങ്ങനെ 3 പ്രാവശ്യം ഒഴിയുക, വെക്കുക, വീണ്ടും പൂവെടുക്കുക, ശിവനും പാർവതിനും പ്രാർത്ഥിക്കുക, എന്നിട്ട് വീണ്ടും സർപ്പദോഷം പോണെന്ന് പ്രാർത്ഥിക്കുക, ഒഴിയുക, അരി വയ്ക്കുക. അങ്ങനെ 108 പ്രാവശ്യം ചെയ്യുക. 108 പ്രാവശ്യം ചെയ്തതിന് ശേഷം ആ ഇല മൊത്തം കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പിടിക്കുക. പിടിച്ചതിന് ശേഷം നമ്മൾ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുക. ഇനി വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ വേണമെങ്കിൽ ഒഴിയുക. അതായിട്ട് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുക. പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീട് 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുക. എന്നിട്ട് വീടിൻ്റെ മുന്നിൽ നിന്നിട്ട് വീട് ഇങ്ങനെ 16 പ്രാവശ്യം ഇങ്ങനെ ഒഴിയുക. മൊത്തം വീടിൻ്റെ മുറ്റത്ത് നിന്നിട്ടാണ് ഒഴിയേണ്ടത്. ഇത് 16 പ്രാവശ്യം ഒഴിഞ്ഞിട്ട് അത് പൊതിഞ്ഞിട്ട് നേരെ എവിടേക്കാണ്? സർപ്പക്കാവുള്ള സ്ഥലത്ത് കൊണ്ട് സമർപ്പിച്ച് യഥാവിധി വഴിപാട് ചെയ്യുക. ഇത് നമ്മൾ ആദ്യം വീട്ടിലിരുന്നിട്ടൊക്കെ ഒഴിഞ്ഞൊക്കെ വെച്ചു, ഇങ്ങനെ ദോഷങ്ങളൊക്കെ മാറാനായിട്ട് ഒഴിഞ്ഞു വെച്ചിട്ട് ശേഷം വീട് പ്രദക്ഷിണം ചെയ്യുന്നത് നിങ്ങൾ പോണ ദിവസം ചെയ്താൽ മതി.
അല്ലെങ്കിൽ ഒഴിഞ്ഞിട്ട് അവിടെയും കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. ഒഴിഞ്ഞ സാധനം പിന്നെ വീട്ടിലേക്ക് കയറ്റാനും പാടില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു പൊതിഞ്ഞ സാധനം നിങ്ങൾ എന്ത് വേണം, ഒന്നെങ്കിൽ ഒരു അളക്കിലോ അല്ലെങ്കിൽ ഒരു ഇതിലോ വെച്ച് കെട്ടിവെക്കുക. പിന്നെ ഇത് ഒഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ ഇതിന് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെങ്കിൽ ആ പൂവ് ഇതൊക്കെ കൂടി ചീഞ്ഞൊക്കെ കിടന്ന് കിടക്കാവും. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എന്നാണോ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, പോകാൻ സമയം ഉണ്ടാവുക, അതിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ രാത്രി അല്ലെങ്കിൽ അന്ന് രാവിലെ ഇത് ചെയ്യുക. ചെയ്തിട്ട് നമ്മൾ പോകുന്ന സമയത്താണ് നമ്മൾ ഇത് പ്രദക്ഷിണം വെക്കുന്നതും വീട് ഒഴിയുന്നതും. എന്നിട്ട് നേരെ അതായി പോയതിന് ശേഷം സർപ്പത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലത്ത് സമർപ്പിച്ചിട്ട് ആണ് നമുക്ക് യഥാശക്തി പാലും പൊടിയോ 100 പാലോ അല്ലെങ്കിൽ അവിടുത്തെ കദളിപ്പഴ നിവേദ്യം, പായസ ഹോമം, വലിയ ഏറ്റവും ഹൈ ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ സർപ്പ ബലിയാണ് ഈ പായസ ഹോമം. അപ്പോൾ അതൊക്കെ നമുക്ക് യഥാശക്തി കഴിയുന്നത് ചെയ്തിട്ട് അവിടെ വെച്ചു കൊടുത്തതിന് ശേഷം അവരുടെ സംസ്ഥാപരാധം ഞങ്ങളുടെ കുടുംബപരമായിട്ടും പൂർവികരായിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ വ്യക്തിപരമായിട്ടോ നമ്മുടെ കുടുംബത്താലോ വന്നു ചേർന്നിട്ടുള്ള ഏത് തരത്തിലുള്ള സർപ്പദോഷങ്ങളും സർപ്പദുരിതങ്ങളും സർപ്പശാപങ്ങളും ഒക്കെ ഒഴിഞ്ഞു പോകണം. നാഗദേവതകളെ, നാഗരാജാവെ, നാഗക്ഷിയമ്മയെ എന്നൊക്കെ പ്രാർത്ഥിച്ച് പോരുന്നതിനാണ് ഏറ്റവും ഫലം. അപ്പോൾ അതെന്താണ്, നമുക്ക് ഇതൊക്കെ പലവട്ടം ചെയ്തിട്ടും ഒരു തരത്തിലും ഗുണം കാണാതെ എന്നും സർപ്പദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ വീണ്ടും വീണ്ടും കർമ്മങ്ങൾ ചെയ്യാനുള്ള സാമ്പത്തികപരമായിട്ടുള്ള ദോഷങ്ങളും ഒക്കെ നിലനിൽക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും ചെലവ് കുറഞ്ഞത്, ആ ചിലതൊരു 10, 300 രൂപ, 250 രൂപ വരും കേട്ടോ ഈ പ്രതിമയും കാര്യങ്ങളൊക്കെ മേടിക്കാൻ. അപ്പോൾ ആ ഒരു പ്രതിവിധി നിങ്ങൾ ചെയ്യുക. കുടുംബപരമായിട്ട് അനുഭവിക്കുന്ന സർപ്പദോഷങ്ങളെ കൊണ്ടുവരുന്ന ദാമ്പത്യ സന്താന സുഖ സൗഭാഗ്യത്തിലും മറ്റുള്ള കാര്യങ്ങളിൽ ബാധിക്കുന്ന തടസ്സങ്ങളൊക്കെ നാഗദേവതകളുടെയും അല്ലെങ്കിൽ സർപ്പദോഷത്തിൽ കൊണ്ടുവരുന്ന എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളും മാറി എല്ലാവർക്കും സർവൈശ്വര്യം, അഭിവൃദ്ധിയും പുരോഗതിയും സമ്പത്തും ഐശ്വര്യം ശ്രേയസ്സും ഉണ്ടാവട്ടെ എന്ന് നാഗരാജാവിൻ്റെയും നാഗേക്ഷിയമ്മയുടെയും പരമശിവന്റെയും പാർവതീദേവിയുടെയും നാമത്തിൽ ഞാൻ എല്ലാവർക്കും വേണ്ടി ഈ ഒരു പ്രതിവിധി സമർപ്പിക്കുകയാണ്. ഈ വീഡിയോ പരമായിട്ടുള്ള എല്ലാ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് വാട്സപ്പിലൂടെ മെസ്സേജായിട്ട് അയക്കുക. കാരണം എല്ലാവരും കൂടി ഒരുമിച്ച് വിളിക്കുന്ന സമയത്ത് നമുക്കത് എല്ലാവരും കോൾ എടുക്കാൻ പറ്റാതെ കാരണം പലരും കമൻറ്റ് പറയുന്നത് എന്താ വെച്ചാൽ വിളിച്ചാൽ കിട്ടാത്ത നമ്പർ എന്തിനാ കൊടുത്തിട്ടുള്ളതെന്നൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാലോ, ഓരോരുത്തരും ഓരോ പ്രശ്നത്തിന് വേണ്ടി വിളിക്കുമ്പോൾ വെറുതെ പിന്നെ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ വിളിക്കുന്നവരോട് അവരുടെ പ്രശ്നങ്ങൾ പരിപൂർണമായിട്ടും കേട്ട് മനസ്സിലാക്കി അതിന് വേണ്ട പ്രതിവിധികളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിൻ്റെ പിന്നിലും പിന്നെ നമ്മൾ പൂജയ്ക്ക് ഇരിക്കുമ്പോഴോ തകിട് യന്ത്രങ്ങളൊക്കെ പൂജിക്കാൻ ജപിക്കാനൊക്കെ ഇരിക്കുന്ന സമയത്തൊന്നും നമുക്ക് കോളുകൾ എടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു 10 മണിക്കൂറൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഉത്സവപരമായിട്ടും അതുപോലെ പരിഹാരങ്ങളൊക്കെ ചെയ്യുന്ന പ്രേത വേർപാടുകൾക്കൊക്കെ പോകുന്ന സമയത്ത് ഇരിക്കേണ്ടി വരും. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ കോളുകൾ അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പറ്റാത്ത പല സാഹചര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനോ അന്വേഷിക്കാനോ ചോദിക്കാനോ പറയാനൊക്കെ ഉണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ള കാര്യങ്ങൾക്കും നമ്മുടെ അറിവിൻ്റെ പരമാവധി എല്ലാ കാര്യങ്ങൾക്കും മറുപടി തന്നിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ വാട്സപ്പിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തരികയാണെങ്കിൽ അത് വളരെ ഉപകാരം നിങ്ങൾക്കും എനിക്കുമായി. ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ വിരൽ തുമ്പിലുണ്ടായിരിക്കും ഞാൻ.